ഇടയനേ, എൻ്റെ ഇടയനേ, യേശുവെൻ്റെ ഇടയൻ, യേശുവെൻ്റെ ഇടയൻ, യേശുവെൻ്റെ ഇടയൻ, യേശുവെൻ്റെ ഇടയൻ. അവൻ നമ്മെ കരുതുന്നു, അവൻ നമ്മെ നടത്തുന്നു. യേശു നമ്മെ കരുതുന്നു, യേശു നമ്മെ നടത്തുന്നു. ഇന്നും എന്നും നാഥൻ നമ്മെ നടത്തുന്നു, ഇന്നും എന്നും നാഥൻ നമ്മെ കരുതുന്നു. ഇന്നും എന്നും നാഥൻ നമ്മെ നടത്തുന്നു, ഇന്നും എന്നും നാഥൻ നമ്മെ കരുതുന്നു. അവന്റെ നാമം ഉയർത്തിടാം, അവന്റെ മഹിമ പുകഴ്ത്തിടാം. അവന്റെ നാമം ഉയർത്തിടാം, അവന്റെ മഹിമ പുകഴ്ത്തിടാം. ഇടയനേ, എൻ്റെ ഇടയനേ, യേശുവെൻ്റെ ഇടയൻ, യേശുവെൻ്റെ ഇടയൻ. അബ്രഹാമിൻ സന്തതിയെ നടത്തിയ ഇസഹാക്കിൻ സന്തതിയെ ഉയർത്തിയ, അബ്രഹാമിൻ സന്തതിയെ നടത്തിയ ഇസഹാക്കിൻ സന്തതിയെ ഉയർത്തിയ, ഇസ്രായേലെ ചെങ്കടലിൽ നടത്തിയോ നോഹയുടെ പെട്ടകത്തെ നടത്തിയോ. ഇസ്രായേലെ ചെങ്കടലിൽ നടത്തിയോ നോഹയുടെ പെട്ടകത്തെ നടത്തിയോ. ഇന്നും എന്നും നാഥൻ നമ്മെ നടത്തുന്നു, ഇന്നും എന്നും നാഥൻ നമ്മെ കരുതുന്നു. ഇന്നും എന്നും നാഥൻ നമ്മെ നടത്തുന്നു, ഇന്നും എന്നും നാഥൻ നമ്മെ കരുതുന്നു. അവന്റെ നാമം ഉയർത്തിടാം, അവന്റെ മഹിമ പുകഴ്ത്തിടാം. അവന്റെ നാമം ഉയർത്തിടാം, അവന്റെ മഹിമ പുകഴ്ത്തിടാം. ഹല്ലേലൂയ, 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 യേശു യേശു, ഹല്ലേലൂയ, 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 യേശു യേശു. ഹല്ലേലൂയ. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ അതിപരിനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നത്തെ ചിന്താവിഷയം, അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. He that refrains his lips is wise. ഞങ്ങളുടെ ഭാരയും വീണ്ടെടുപ്പാരണമേ കർത്താവേ, ഞങ്ങളുടെ അധരത്തിലെ ഓരോ വാക്കുകളും ഹൃദയത്തിലെ ധ്യാനവും ദൈവസന്നിധിയിൽ പ്രസാദകരമായിരിക്കുവാൻ പരിശുദ്ധാത്മാവ് ദൈവം ഞങ്ങളെ സഹായിക്കണം, അനുഗ്രഹിക്കണം. അവിടുന്ന് ഞങ്ങളെ പഠിപ്പിക്കണം. അപ്രകാരം ചെയ്യുന്നതിനായി നന്ദി, അനുഗ്രഹിച്ചതിനായി സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നമ്മുടെ അനുദിന ജീവിതത്തിൽ നാം അറിയാതെ കയറി വരുന്ന ചില ശത്രുക്കളുണ്ട്. അതിൽ ഒരാളാണ് നിസ്സാരമായ കാര്യങ്ങൾക്ക് നീരസം പ്രകടിപ്പിക്കുന്നവരാണ് നമ്മളിൽ പലരും. നീരസം ജഡികന്മാരിൽ നിന്നാണ് വരുന്നത്. അവർ ശിശുക്കളെ പോലെ പക്വതയില്ലാത്തവരാണ്. ആത്മീയ പക്വതയുള്ളവർ എന്ത് സംഭവിച്ചാലും ആരോടും നീരസപ്പെടുകയില്ല. കൊറിന്ത്യ സഭക്കാർ പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച സഭയായിരുന്നു. എന്നാൽ അവരിൽ നീരസങ്ങളും ഭിന്നതയും ഈർഷ്യയും പിണക്കവും ഉണ്ടായി. അവരെ നോക്കി വിശുദ്ധ പൗലോസ് പറഞ്ഞത്, അവർ ജഡീകന്മാരും ആത്മീകമായി പക്വതയില്ലാത്ത ശിശുക്കളും എന്നാണ്. 1 കൊരിന്ത്യർ 3-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ പരിശുദ്ധാത്മാവ് നമ്മളോട് സംസാരിക്കുന്ന ശ്രദ്ധ വെച്ച് കേൾക്കാം. എന്നാൽ സഹോദരന്മാരെ, നിങ്ങളോട് എനിക്ക് ആത്മീയരോട് എന്ന പോലെ അല്ല, ജഡിയന്മാരോടെന്ന പോലെ
ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. ഭക്ഷണമല്ല പാലത്രേ ഞാൻ നിങ്ങൾക്ക് തന്നത്. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. ഇന്നും നിങ്ങൾ ജഡികന്മാരല്ലോ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡികന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലയോ? വളരെ വ്യക്തമായിട്ട് ഈ ആധുനിക കാലഘട്ടത്തിലുള്ള കൂട്ടായ്മകളോട് പരിശുദ്ധാത്മാവ് വ്യക്തമായി സംസാരിക്കുകയാണ്. ഇത് കൊറിന്ത്യർക്കാർക്ക് വേണ്ടിയുള്ള ലേഖനമാണ്, ഞങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല എന്ന് ചിന്തിച്ച് പുറകു തിരിഞ്ഞിരിക്കരുത്. സ്തോത്രം. പെട്ടെന്ന് നീരസം വരുന്നവർ സ്വാർത്ഥന്മാരാണ്. അവർ മറ്റുള്ളവരെക്കാൾ അവരെ തന്നെ സ്നേഹിക്കുന്നവരാണ്. ജീവിതത്തിൽ വളരെയേറെ കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ചവർ മക്കളുടെ സ്വഭാവത്തിൽ നീരസം പ്രകടിപ്പിക്കുന്നത് കാണാം. ഒന്നും പ്രതീക്ഷിക്കാതെ ഉത്തരവാദിത്തങ്ങൾ ശരിയായ വിധത്തിൽ നിർവഹിച്ചു കഴിഞ്ഞാൽ പ്രതിഫലം വന്നു ചേരുന്നത് മനുഷ്യരിൽ നിന്നല്ല, പിന്നെയോ ദൈവത്തിൽ നിന്നാണ്. മറ്റുള്ളവരുടെ പ്രവൃത്തികൾ നമുക്ക് നീരസമുണ്ടാക്കുന്നത് പോലെ നമ്മളുടെ പ്രവൃത്തികളും വാക്കുകളും മറ്റുള്ളവർക്കും നീരസം വരുത്താതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഈ സംസാരിക്കുമ്പോൾ അസത്യങ്ങൾ വരാതിരിക്കാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോൻ എന്താ പറയുന്നതെന്ന് സദൃശവാക്യം 8:6-8 വരെയുള്ള തിരുവചനത്തിൽ നമുക്ക് ശ്രവിക്കാം. കേൾപ്പിൻ, ഞാൻ ഉത്കൃഷ്ടമായത് സംസാരിക്കും. എൻ്റെ അധരങ്ങളെ തുറക്കുന്നത് നേരിന് ആയിരിക്കും. എൻ്റെ വായ് സത്യം സംസാരിക്കും. ദുഷ്ടത എൻ്റെ അധരങ്ങൾക്ക് അറപ്പാകുന്നു. എൻ്റെ വായിലെ മൊഴി ഒക്കെയും നീതിയാകുന്നു. അവയിൽ വക്രവും വികടവുമായത് ഒന്നുമില്ല. സ്തോത്രം. ഈ വചനം നമ്മോട് തന്നെ സംസാരിക്കുകയാണ്. ഈ വചനം പറയുന്നത് പോലെ തന്നെയാണോ നമ്മൾ? വാക്കുകൾ നിയന്ത്രണം വിട്ട് മറ്റുള്ളവരെ വ്രണപ്പെടുത്താതിരിപ്പാൻ നാം പ്രത്യേകം ശ്രദ്ധിക്കണം. സദൃശവാക്യം 10:19-21 വരെയുള്ള തിരുവചന ഭാഗങ്ങൾ കുറിവാക്യമായിട്ട് നമ്മളത് വായിച്ചു. വാക്ക് പെരുകിയാൽ ലംഘനമില്ലാതിരിക്കുകയില്ല. അധരങ്ങളെ അടക്കുന്നവനോ ബുദ്ധിമാൻ. നീതിമാന്റെ നാവ് മേത്തരമായ വെള്ളി, ദുഷ്ടന്മാരുടെ ഹൃദയമോ നിസ്സാരം. നീതിമാന്റെ അധരങ്ങൾ പലരെയും പോഷിപ്പിക്കും, ഭോഷന്മാരോ ബുദ്ധിഹീനതയാൽ മരിക്കുന്നു. അവൻ്റെ അടുത്ത് 2 വാക്ക് പറഞ്ഞിട്ടേ ഉള്ളൂ, അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റില്ലല്ലോ എന്ന് ചിന്തിച്ച് ഒത്തിരി വാക്കുകൾ കൺട്രോളില്ലാതെ സംസാരിച്ച് എത്രയോ പേരെ വ്രണപ്പെടുത്തി ഇപ്പോഴും മിണ്ടാതിരിപ്പുണ്ട്. നമ്മുടെ വായിൽ നിന്ന് വരുന്ന വാക്കുകൾ മറ്റുള്ളവർക്ക് നീരസമുണ്ടാക്കാത്തതും ആശ്വാസം നൽകുന്നതുമായിരിക്കണം. സദൃശവാക്യങ്ങൾ 16:24 ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു, മനസ്സിന് മധുരവും അസ്ഥികൾക്ക് ഔഷധവും തന്നെ. ഈ പലപ്പോഴും നമ്മൾ രോഗികളാകുന്നത് പുറത്തുനിന്ന് ആരെങ്കിലും നമ്മളോട് സംസാരിക്കുന്നതുകൊണ്ടല്ല, നമ്മൾ തന്നെ ഉപയോഗിക്കുന്ന വാക്കുകളാണ് നമ്മളെ രോഗികളാക്കുന്നത്. സ്തോത്രം. അതുകൊണ്ട് തിരുവചനം പറയും പോലെ ഇമ്പമുള്ള വാക്ക് തേൻകട്ടയാകുന്നു. അപ്പോൾ അതരത്തിൽ നിന്ന് പൊഴിയുന്ന ഓരോ വാക്കും മറ്റുള്ളവർക്ക് അനുഗ്രഹം പകരുന്നതായിരിക്കണം. ജീവിതത്തിൽ ഉറ്റവരെന്ന് കരുതിയവർ ആവശ്യമായ സന്ദർഭങ്ങളിൽ തുണ നിന്നില്ലെന്ന് വരാം. അവരോട് നീരസമോ പകയോ കോപമോ ഉണ്ടാകരുത്. നല്ല പോർ പൊരുതി അനേകം ആത്മാക്കളെ നേടിയ വിശുദ്ധ പൗലോസ് അപ്പോസ്തലന് ആരും തുണ നിൽക്കാതിരുന്ന സന്ദർഭങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. ആ സന്ദർഭത്തെ ഓർത്ത് വിശുദ്ധ പൗലോസ് ഇപ്രകാരമാണ് പറയുന്നത്. 2 തിമോത്തിയോസ് 4:16-17 എൻ്റെ ഒന്നാം പ്രതിവാദത്തിൽ ആരും എനിക്ക് തുണ നിന്നില്ല, എല്ലാവരും എന്നെ കൈവിട്ടു. പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട വിശുദ്ധ പൗലോസിന്റെ അനുഭവമാണ് ഈ പറയുന്നത്. എല്ലാവരും എന്നെ കൈവിട്ട് അത് അവർക്ക് കണക്കിടാതിരിക്കട്ടെ. കർത്താവോ എനിക്ക് തുണ നിന്നു. പ്രസംഗം എന്നെ കൊണ്ട് നിവർത്തിപ്പാൻ സകല ജാതികളും കേൾപ്പാനും എന്നെ ശക്തീകരിച്ചു. അങ്ങനെ ഞാൻ സിംഹത്തിന്റെ വായിൽ നിന്നും രക്ഷ പ്രാപിച്ചു. കൂട്ടു സഹോദരൻ എന്തെങ്കിലും ഒരു നന്മ കർത്താവിൻ്റെ വേലക്കായി ചെയ്യുമ്പം കൂടെ നിൽക്കുന്ന സഹോദര പ്രവർത്തകരെ അസൂയപ്പെട്ട് സ്തോത്രം പുറകോട്ട് മാറരുത്, അവനെ പ്രോത്സാഹിപ്പിക്കണം. സ്തോത്രം. പലപ്പോഴും കൂട്ടായ്മയിൽ നന്നായിട്ട് ശുശ്രൂഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഏത് വിധേനയും അവരെ നിരുത്സാഹപ്പെടുത്തി ഉള്ള ടാലന്റ് നഷ്ടമാക്കാനാണ് പലരും പരിശ്രമിക്കുന്നത്. സ്തോത്രം.
നീ തന്നെയാണ് നിന്റെ അനുഗ്രഹത്തിന് തടസ്സം നിൽക്കുന്നത്. കർത്താവ് നമ്മളെ വിളിച്ചത് മറ്റുള്ളവരെ പരിപോഷിപ്പിക്കാനാണ്. സ്തോത്രം. അത് കർത്താവിൻ്റെ പ്രവൃത്തിയാണെങ്കിൽ മാത്രമേ നമ്മൾ മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കുകയുള്ളൂ. സ്തോത്രം. വിശുദ്ധ പൗലോസ് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട്, കള്ള വേലക്കാരെന്ന്. ഈ കള്ള വേലക്കാരാണ് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കാതെ നിരുത്സാഹപ്പെടുത്തുന്ന വ്യക്തികൾ. മനുഷ്യരിൽ നിന്ന് ധാരാളമായി പ്രതീക്ഷിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് നീരസവും നിരാശയും കോപവും കലഹവും വരുന്നത്. ആളുകളുടെ നിസ്സഹരണം പൗലോസിൽ യാതൊരു നീരസവും വരുത്തിയില്ല. കാരണം കർത്താവ് തുണയായി എന്നും ഉണ്ടെന്ന പൂർണ്ണ വിശ്വാസം പൗലോസിനുണ്ടായിരുന്നു. ഈ ഒരു വിശ്വാസത്തിലാണ് സഹോദരങ്ങളെ നമ്മൾ വളർന്നു വലുതാകേണ്ടത്. ആരുമില്ലെങ്കിലും കർത്താവ് കൂടെയുണ്ട്, തുണയുണ്ട്. സ്തോത്രം. അതാണ് നമ്മുടെ ബൂസ്റ്റിംഗ് പോയിന്റ്. അതിനാൽ സകല നീരസങ്ങളെയും ചണ്ടകളെയും കലഹങ്ങളെയും ജീവിതത്തിൽ നിന്ന് എടുത്തു മാറ്റാം. അവയൊന്നും ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല. യാക്കോബ് ലേഖനം 3:14-17 വരെയുള്ള തിരുവചനങ്ങൾ. എന്നാൽ നിങ്ങൾക്ക് ഹൃദയത്തിൽ കൈപ്പുള്ള ഈർഷ്യയും ചാട്യവും ഉണ്ടെങ്കിൽ സത്യത്തിന് വിരോധമായി പ്രശംസിക്കുകയും പോഷ്ക് പറയുകയും അരുത്. ഇത് ഉയരത്തിൽ നിന്ന് വരുന്ന ജ്ഞാനമല്ല, ഭൗമികവും പ്രാകൃതവും പൈശാചികവും ആയതത്രേ. ഈർഷ്യയും ശാഠ്യവും ഉള്ളിടത്ത് കലഹവും സകല ദുഷ്പ്രവൃത്തിയും ഉണ്ട്. ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനമോ ഒന്നാമത് നിർമ്മലവും പിന്നെ സമാധാനവും ശാന്തതയും അനുസരണമുള്ളതും കരുണയും സൽഫലവും നിറഞ്ഞതും പക്ഷപാതവും കപടവും ഇല്ലാത്തതുമാകുന്നു. അതിനാൽ ജീവിതത്തിൽ ഉയരത്തിൽ നിന്നുള്ള ജ്ഞാനം അന്വേഷിക്കാം. പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന നീരസവും കലഹവും കോപവും നീക്കിക്കളയാം. എപ്പോഴും ആത്മീയ പക്വതയോടെ വർദ്ധിക്കാം. ഒരു വചനം കൂടി നമുക്ക് നോക്കാം. എഫെസ്യർ 4:29-32 വരെയുള്ള തിരുവചനങ്ങൾ. കേൾക്കുന്നവർക്ക് കൃപ ലഭിക്കേണ്ടതിന് ആവശ്യം പോലെ ആത്മീയ വർധനയ്ക്കായി നല്ല വാക്കല്ലാതെ ആകാത്തതൊന്നും നിങ്ങളുടെ വായിൽ നിന്ന് പുറപ്പെടരുത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്. അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്രയിട്ടിരിക്കുന്നത്. എല്ലാ കയ്പും കോപവും ക്രോധവും കുറ്റാരോപണവും ദൂഷണവും സകല ദുർഗുണവുമായി നിങ്ങളെ വിട്ട് ഒഴിഞ്ഞു പോകട്ടെ. നിങ്ങൾ തമ്മിൽ ദയയും മനസ്സലിവുള്ളവരായി ദൈവം ക്രിസ്തുവിൽ നിങ്ങളോട് ക്ഷമിച്ചതുപോലെ അന്യോന്യം ക്ഷമിപ്പിൻ. പ്രൈസ് ലോർഡ്. ഒരു പ്രാർത്ഥന കൂടിയാണ് ഈ തിരുവചന ഭാഗം. ഒന്ന് ചിന്തിച്ചു നോക്കുക. പരിശുദ്ധാത്മാവ് ദൈവത്തെ ഹല്ലേലൂയ എത്ര പ്രാവശ്യമാണ് ഒരു ദിവസം വേദനിപ്പിക്കുന്നത്. ഹൃദയത്തിലൊരു തീരുമാനമെടുക്കുക. എൻ്റെ അധരം ഞാൻ സൂക്ഷിക്കും. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. സ്നേഹവാനായ പിതാവേ, ഞങ്ങളുടെ ആയുസിൻ്റെ ഒരു ദിനം കൂടെ കാണുവാൻ ഞങ്ങളെ അനുഗ്രഹിച്ചതിനായി സ്തോത്രം. അവിടുത്തെ പ്രകാരങ്ങളിലേക്ക് കടന്നു വരുവാൻ വീണ്ടും ഞങ്ങളെ ആകർഷിച്ചടിപ്പിച്ചതിനായി സ്തോത്രം. അവിടുത്തെ പുത്രൻ മുഖാന്തരം ഞങ്ങൾക്ക് നൽകിയ സ്വാതന്ത്ര്യത്തിനായി സ്തോത്രം. വിടുതലിനായി നന്ദി പറയുന്നു. അവിടുന്ന് തന്നിരിക്കുന്ന രാജകീയ പൗരോഹിത്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഇന്ന് തിരുവചനം കേട്ട ഓരോ മക്കളെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കുടുംബമായി ഞങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും ചേർന്ന് നിൽക്കുന്ന കൂട്ടായ്മകളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അധരം കൊണ്ട് മറ്റുള്ളവരെ വേദനിപ്പിക്കാതെ അനുഗ്രഹിക്കുന്ന മക്കളായി ജീവിക്കുവാൻ അവിടെ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളുടെ മാതൃരാജ്യം വേണ്ടി അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ള എല്ലാ രാജ്യങ്ങളെയും ഓർത്ത് പ്രത്യേകമായി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വിശേഷാൽ ഇപ്പോൾ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നടക്കുന്ന രാജ്യങ്ങളെ സമർപ്പിക്കുന്നു. ഇസ്രായേലിനെ സമർപ്പിക്കുന്നു, അമേരിക്കയെ സമർപ്പിക്കുന്നു, റഷ്യയെ സമർപ്പിക്കുന്നു, ഉക്രൈന് സമർപ്പിക്കുന്നു. മറ്റുള്ള എല്ലാ ഗൾഫ് രാജ്യങ്ങളെയും തിരുക്കരങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, സമാധാന പ്രഭുവേ, അവിടുത്തെ ദൈവികതയെ തിരിച്ചറിഞ്ഞ ജ്ഞാനമുള്ള മക്കളായി ജീവിക്കുവാൻ ഓരോ മക്കളെയും സഹായിക്കണം. ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, പ്രത്യേകിച്ച് സ്കൂളും കോളേജിലും പഠിക്കുന്ന കുഞ്ഞുങ്ങൾ ലോകത്തിൻ്റെ ആ രീതിയിൽ ജഡികമായി സംസാരിക്കാതെ ദൈവ പൈതലിന് യോഗ്യമായ രീതിയിൽ അധരം തുറന്ന് സംസാരിക്കാൻ നിന്റെ മക്കളെ സഹായിക്കണമേ. അവിടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന സകല നീരസവും വെറുപ്പും വൈരാഗ്യവും എൻ്റെ കർത്താവിൻ്റെ നാമത്തിൽ കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ നിന്ന് വിട്ടുമാറട്ടെ എന്ന് അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അവരുടെ ശാരീരികമായ അസ്വസ്ഥതകൾ അവരെ അലട്ടുമ്പോൾ വായ തുറന്ന് മോശമായ രീതിയിൽ സംസാരിക്കാതെ അവരെ ശുശ്രൂഷിക്കുന്നവർക്ക് കൃപ ലഭിക്കത്തക്ക രീതിയിൽ അധരം തുറന്ന് സംസാരിക്കാൻ അവരെ സഹായിക്കണമേ. സ്തോത്രം.
അവിടെ ഞങ്ങൾ വയലുകളെ അനുഗ്രഹിച്ചിരിക്കുക, സ്തോത്രം. ഓഫീസുകളെ അനുഗ്രഹിച്ചതിനായി നന്ദി. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ബിസിനസ്സിൻ്റെ അതിരുകളെ അവിടുന്ന് വിശാലമാക്കുന്നതിനായി സ്തോത്രം. ഹല്ലേലൂയ. ഇന്നത്തെ ഞങ്ങളുടെ എല്ലാ പ്രവൃത്തികളെയും ശുശ്രൂഷകളെയും അവിടുന്ന് അനുഗ്രഹിച്ചതിനായി നന്ദി പറയുന്നു. അവിടുന്ന് സൗഖ്യദായകനാണല്ലോ. അവിടുത്തെ അടിപ്പിണരുകളാൽ പൂർണ്ണ സൗഖ്യം ഓരോ മക്കൾക്കും അവിടുന്ന് കൊടുത്തിരിക്കുകയാണ്, സ്തോത്രം. അവിടുത്തെ അധികാരത്തോടെ പ്രാർത്ഥിക്കുന്നു. അവർ രോഗികളുടെ മേൽ കൈവക്കും, അവർ സൗഖ്യം പ്രാപിക്കും. ഭൂമിയിൽ കെട്ടുന്നതൊക്കെയും സ്വർഗത്ത് കെട്ടപ്പെടും, ഭൂമിയിൽ അഴിക്കുന്നതൊക്കെയും സ്വർഗത്തും അഴിക്കപ്പെടും. ആ അധികാരത്തോടെ പ്രിയ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തന്നിരിക്കുകയാണ്, സ്തോത്രം. അനുഗ്രഹിച്ചതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ, ആമേൻ. ഇഹലോക കഷ്ടതയാൽ യാത്രയതിൽ ഇന്നും നമ്മെ നയിക്കുന്ന ഇടയനെ. ഇഹലോക കഷ്ടതയാൽ യാത്രയതിൽ ഇന്നും നമ്മെ നയിക്കുന്ന ഇടയനെ. അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു, കനിവോടെ അണിയണം ഇടയനെ. അങ്ങയുടെ തൃപ്പാദത്തിൽ സമർപ്പിക്കുന്നു, കനിവോടെ അലിയണം ഇടയനെ. ഇടയനെ, എൻ്റെ ഇടയനെ, യേശുവെൻ്റെ ഇടയൻ, യേശുവെൻ്റെ ഇടയൻ, യേശുവെൻ്റെ ഇടയൻ, യേശുവെൻ്റെ ഇടയൻ. അവൻ നമ്മെ കരുതുന്നു, അവൻ നമ്മെ നടത്തുന്നു. യേശു നമ്മെ കരുതുന്നു, യേശു നമ്മെ നടത്തുന്നു. ഇന്നും എന്നും നാഥൻ നമ്മെ നടത്തുന്നു, ഇന്നും എന്നും നാഥൻ നമ്മെ കരുതുന്നു. ഇന്നും എന്നും നാഥൻ നമ്മെ നടത്തുന്നു, ഇന്നും എന്നും നാഥൻ നമ്മെ കരുതുന്നു. അവന്റെ നാമം ഉയർത്തിടാൻ, അവന്റെ മഹിമ പുകഴ്ത്തിടാൻ, അവന്റെ നാമം ഉയർത്തിടാൻ, അവന്റെ മഹിമ പുകഴ്ത്തിടാൻ.